നമ്മളിപ്പോൾ നിൽക്കുന്ന ആലുവ അങ്കമാലി റൂട്ടിലെ ടീ വേൾഡ് എന്ന ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 തരം ചായകൾ കിട്ടും നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷോപ്പ് കുറിച്ച് കാണുന്നതും അറിയുന്നതും. പിന്നെ നമുക്ക് ഇത്തരം ചായ തന്നെ കിട്ടുന്നതന്നെ ഭയങ്കര അത്ഭുതമാണ്. നമുക്കിതിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം, നമുക്ക് ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. വാ. നമുക്ക് ഇതിൻ്റെ ഓണർ മാനു ചേട്ടനായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഹായ് ചേട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? നല്ലത്. അതാണ് നമുക്ക് ഈ എന്താണ് ഇവിടുത്തെ വെറൈറ്റി ചായകളെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളെ കമ്പനി 97 ഹെർബൽ ടീകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ മിൽക്ക് ആഡഡ് ആയിട്ടുള്ള 10-12 ഐറ്റം മിൽക്ക് ആഡഡ് ആയിട്ടുള്ളതും ബാലൻസ് വരുന്നത് ഹെർബൽസ്, അതായത് ബ്ലാക്ക് ടീ ഹെർബൽസ് വെച്ചിട്ടുള്ളതുമാണ് നമുക്കിവിടെ ചായകൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 6 എണ്ണേ കാണുകയുള്ളൂ. ഇപ്പം 6 എണ്ണം ഉള്ളൂ. ഇപ്പം 6 എണ്ണം ഉള്ളൂ. പക്ഷേ ഇത് 1 മന്ത് കഴിയുമ്പോൾ അടുത്ത 6 എണ്ണം കയറും, ഇത് മാറും. അങ്ങനെ ഓരോ മന്തിലും നമുക്ക് നമ്മളെ ഹെർബൽസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഓരോരോ ചായകളാണ് നമ്മൾ പരിചയപ്പെടുത്തുക. ഇപ്പോൾ ജനുവരി മാസം ഒന്നതാണെങ്കിൽ അടുത്ത മാസം വേറെ, അങ്ങനെ 97 വെറൈറ്റിയാണ് നമ്മളെ കമ്പനി ചായ കൊടുക്കുന്നത്. അല്ല, ഇതിങ്ങനെ കമ്പനി ആയിട്ടാണോ? ടീ വേൾഡ് എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെന്നൈയിൽ, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ കൊറോണ കാരണം ഒന്ന് ഡ്രോപ്പ് ചെയ്തു. പിന്നെ സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, ഇങ്ങനത്തെ എല്ലായിടത്തും ഉണ്ട്. ഓ, അപ്പൊ ഈ കമ്പനിയുടെ മെയിൻ ആള് ചേട്ടൻ തന്നെയാണോ? ഇപ്പൊ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കൂട്ടല്ല ഇത്. ഏത് സ്ഥലത്തൊക്കെയാ ഉള്ളത്? നമുക്ക് സൗദിയിലുണ്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ട്, പിന്നെ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അത് ഡ്രോപ്പായി. പിന്നെ ഖത്തറിലും ഇപ്പൊ കൊറോണ കാരണം. അല്ല, അത് ഡ്രോപ്പ് ആയത് നമ്മൾ കൊറോണയുടെ ഇതായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും കൊറോണന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഡ്രോപ്പ്. അത് കഴിഞ്ഞ പിന്നെ ഓപ്പൺ ആവും. ഓപ്പൺ ആവും. നമ്മൾ ഓപ്പൺ ആക്കണം എന്ന് തന്നെ കരുതിയിരിക്കുന്നത്. ചേട്ടന് വീട് പറഞ്ഞില്ല. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, കീശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ടാവും, 5 വർഷത്തോളമായിട്ടുണ്ടാവും. ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഇവന്റ്സുകളില്ലേ, നമ്മളാണ് ഇപ്പം നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടോ, നമ്മളെ കല്യാണ വീടുകളിൽ ഒരുപാട് ഐറ്റം ചായ. ഈ സാധനം നമ്മളെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആയിരുന്നു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പലരും നമ്മളെ നാടല്ലേ, മലയാളികൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ അവരും ജീവിക്കാൻ വേണ്ടി എല്ലാവരും ജീവിക്കട്ടെ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടം എന്താണെന്നില്ലേ നമ്മൾ ഇതുവരെയായിട്ട് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ എല്ലാവർക്കും ചെയ്യാം. ഈ സാധനം ആർക്കും മേടിക്കാൻ കിട്ടും, അതിലിട്ടാണ്ട് ചെയ്യുക എന്നുള്ളൊരിതേ ഉള്ളൂ. അപ്പൊ ഈ ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണോ? തീർച്ചയായിട്ടും. ഇതിൽ ഉപയോഗിക്കുന്ന ഹെർബൽസ് ഞാൻ തന്നെ ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അധികം. 97 അത് എനിക്ക് മാത്രം അറിയുന്ന കൂട്ടുകളാണ്. ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിന് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. നമ്മുടെ സ്റ്റാഫിന് കറക്റ്റ് അത് മേക്ക് ചെയ്യൽ അറിയും, പക്ഷെ അതിന്റെ കൂട്ടുകൾ ഉണ്ടാക്കൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം മാനു ചേട്ടാ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ടൈമിൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ചായ ഏതാ? ഞാനിപ്പോൾ ചേട്ടനമ്മ കുറെ യാത്ര ചെയ്തൊക്കെ ക്ഷീണിച്ചു വരുമല്ലേ. അതെ. ഞാനിപ്പോൾ ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പൂവുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ പൂക്കൾ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുത്ത ഒരു ഏഞ്ചൽ ടീ. ഏഞ്ചൽ ഞങ്ങളുടെ പേരാണ് ഇതിന്. ഈ ഏഞ്ചൽ ടീ ആംബ്രോസിയ എന്ന് നമ്മൾ സ്പാനിഷ് ലാംഗ്വേജ് ഇംഗ്ലീഷിലൊക്കെ പറയും. ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ സമയത്ത് ഒന്നുകൂടി നല്ല റീഫ്രഷ്മെന്റ് കിട്ടും. എന്നാൽ വെരി ടേസ്റ്റിയാണ് എല്ലാം. അത് നമ്മൾ ഈ ചായയാണോ? ഇതാണോ സംഭവം? ബ്ലൂ കളർ. ഇവിടെ ഒത്തിരി വെറൈറ്റികൾ ഉണ്ട്. നമുക്ക് അത് ഒന്ന് കാണാം. നമുക്ക് ഇവിടെ ആദ്യം കാണുന്നത് ലൈല മജ്നു. ഈ ലൈല മജ്നു നമുക്ക് എന്തായാലും ഒരു അങ്ങനെ ഒരു പേരിട്ടത് എന്തുകൊണ്ടാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകതകൾ നമുക്ക് നമ്മുടെ മാനു ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ ലൈല മജ്നു അതെന്താ അങ്ങനെ ഒരു പേര്? ചേട്ടനിട്ട പേരാണ്? ഇത് ഞാനിട്ടൊരു പേരാണ്. പ്രത്യേകത പറഞ്ഞുതരാം. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ചായ ലൈല മജ്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വേൾഡിൽ ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു പ്രണയകാവ്യമാണ് ലൈല മജ്നു. ഈ ചായക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കപ്പിൾസ് ആയിട്ടാണ് ഈ ചായ നിങ്ങൾ കുടിക്കേണ്ടത്. ചേട്ടന് വൈഫോ ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഈ ചായ കുടിക്കേണ്ടത്. ഇത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഊതി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ലൈല മജ്നു എന്നുള്ള പേരിട്ടത്. നമുക്ക് അടുത്ത ചായ നമുക്ക് മലബാർ സുലൈമാനി. മലബാർ സുലൈമാനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മലബാറിൽ ഇതുപോലത്തെ ചായകൾ ഒരുപാടുണ്ട്. സുലൈമാനി എന്ന പേരിൽ കട്ടൻ ചായക്ക് പൊതുവെ സുലൈമാനി എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സുലൈമാന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് അത് കുടിക്കുമ്പോൾ അതിന്റെ എഫക്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കൂ, അത് കറക്റ്റ് പക്ക. നമ്മളിപ്പോ അവിടെ ആ ചായ പറഞ്ഞില്ലേ, മറ്റേ ഏഞ്ചലോ, അത് ശംഖുപുഷ്പം.
അതുപോലെ ഈ മലബാർ സുലൈമാനിക്ക് അങ്ങനെ വല്ലതും ഞങ്ങള് ഇപ്പം ഇതിൽ തന്നെ നമ്മള് ഏലക്കയുടെയും വേറെ കുറച്ച് അഡീഷണൽ എനിക്ക് മാത്രം അറിയുന്ന ഫ്ലേവറുകൾ കേൾക്കണവർക്ക് നമുക്കൊരു അറിയാൻ തീർച്ചയായിട്ടും ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഞങ്ങൾ കറക്റ്റായിട്ട് വിൽക്കുമ്പോൾ അത് പറയേണ്ടതുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏലക്ക തന്നെ അത് അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. പക്ഷെ നമ്മളെ ചായന്റെ വശം ഒരു മുഹബത്തങ്ങ് ചേർത്താൽ മതി. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ഇറാനി ടീ ആണ്. അതിന്റെ കളറും വ്യത്യാസമുണ്ട്. ഒരു വേറെ കളറാണ് അതിന്. നമ്മള് മറ്റേതാണെങ്കിൽ മലബാർ സുലൈമാനി കറക്റ്റ് നമ്മുടെ പച്ചവെള്ളം ഒരു വൈറ്റ് കളറ്. ഇത് ഇറാനിക്ക് ഒരു വേറെ പ്രത്യേകത ഉണ്ട്. ഇറാനിന്റെ ഇതെന്താ വെച്ചാല് ഇറാനി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടില്ല. നമുക്ക് ഈ IT ഇങ്ങനത്തെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ലഹരി പദാർത്ഥങ്ങളില്ല, ആയുർവേദികമായിട്ട് ഉള്ള സാധനങ്ങളേ ഉള്ളൂ, ലഹരികളില്ല. ലഹരി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. പിന്നെ വേറെ കാര്യം, നമുക്കിപ്പോ ഇവിടെ ഈ ഷോപ്പില് ഏറ്റവും അധികം നമുക്ക് മൂവിംഗ് ഉള്ള ഏത് ഐറ്റംസ് ആണ്? ഇവിടെ ഇപ്പൊ നമുക്ക് അധികം മൂവിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ എല്ലാം അധികം നല്ല രീതിയിൽ മൂവിങ് ഉണ്ട്. ഇപ്പൊ ഗ്രീൻ ആപ്പിൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ബ്ലൂ ടീ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇറാനി പോകുന്നുണ്ട്. എല്ലാം പലർക്കും പല ഇഷ്ടങ്ങളാണ്. ഇവിടെ നമുക്കില്ലതൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സ്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ചിലരുണ്ടോ ഇറാനി കുടിക്കാനായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് പെരുമ്പാവൂർ നേരെ ഇറാനി കുടിക്കാനായിട്ട് നമ്മളെന്താ വെച്ചാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ വലിയ ലക്ഷറി ആയിട്ടുള്ള വലിയ വലിയ ചായ ഷോപ്പുകൾ കയറാൻ കഴിയില്ല. സാധാരണക്കാരിലെ ആളുകൾക്കല്ല, സാധാരണക്കാർക്ക് വലിയ വലിയ ഷോപ്പുകളിൽ കൊടുക്കുന്ന സാധനം ഞങ്ങള് എന്ത് ചെയ്യുന്നു സാധാ റേറ്റിന്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എത്ര ഐറ്റംസ് ഉണ്ട്? എത്ര ചായ? 97. അല്ല അതല്ല, ഇന്നിപ്പോ നമുക്ക് 7 വെറൈറ്റി ആണല്ലേ. മിൽക്ക് ടീയും ഇത് ഒരു 6 ഐറ്റം. ഈ 6 ഐറ്റം തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ഈ 30-ാം തീയതി വരെ ഇവിടുന്ന് കാണാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ കോമൺ ആയിട്ടിരിക്കുന്ന 1-2 അല്ലാത്തതൊക്കെ മാറും. അതിന് അടുത്ത മാസം അതിന് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് വേണം. ഇനി അഥവാ ഇത് കുടിച്ചവർക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയുന്നവർക്ക് അത് വേണം നിർബന്ധം പിടിച്ചാൽ അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കും. കാരണം കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമാണ്. പിന്നെ വേറെ ചോദിക്കാനുള്ളത്, നമുക്കിപ്പോ ജോലിക്കാരൊക്കെ സാധാരണ ഭായിമാരാണ് കംപ്ലീറ്റ് ഇവിടെയും എങ്ങനെയാ ഭായിമാരാണ്? ഒരിക്കലല്ല, നമ്മളെ മലയാളികളെ തന്നെയാണ് നമ്മളിവിടെ ജോലിക്കാരായിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഒക്കെ നമ്മളെ നാട്ടില് തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടെത്തി നമ്മളെ നാട്ടിലത്തെ കുറച്ച് ആളുകളെ കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് സക്സസ്നെസ് ഉള്ളൂ. ആരാന്റെ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കിട്ടൂലല്ലോ. എന്തായാലും മാനുചേട്ടൻ ഒരു നല്ല മനസ്സാണ്. കാര്യം നമ്മുടെ നാട്ടിലെല്ലാവരും ഇപ്പൊ ഭായിമാരാണ് നമ്മൾ ജോലിക്ക് കിട്ടുന്നത്. അങ്ങനെയല്ല, അത് നല്ല മനസ്സുകൊണ്ടല്ല. അതെന്താന്ന് വെച്ചാല് അതാണ് നല്ലത്. ബിസിനസ് നല്ലതാണ്. നമുക്ക് നമ്മൾ വിശ്വസിക്കാൻ കഴിയുന്നവരെ ഇതാക്കാം. ഭായിമാരെ എനിക്കറിയില്ല, ഭായിമാര് മോശമാണെന്നല്ല നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആരും മോശമാണെന്ന് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർ നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഹെൽപ്പായി, ബിസിനസ് പരമായിട്ടൊക്കെ ഹെൽപ്പാണ്. അതുകൊണ്ട് ഞാൻ അല്ലാതെ മനസ്സിന്റെ ഉടമയായിട്ടുള്ള ഞാൻ ബിസിനസ്സുകാരനാണ്. ഓക്കെ. ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണോ ഈ ജോലിക്കാരൊക്കെ? ചേട്ടന്റെ നാട്ടിലുള്ളവരാണോ? അധികം എന്റെ നാട്ടിലാണ്. പിന്നെ എന്റെ പാർട്ണർ ഉണ്ട് റിസ്വാൻ, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവരുണ്ട്. പാർട്ണറിന്റെ പേര് പറഞ്ഞില്ല? റിസ്വാൻ. പുള്ളി എടപ്പള്ളിക്കാരനാണ്. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ടുപേരും കൂടിയാണ് തുടങ്ങിയത്? അതോ? അല്ല, ഞാൻ ഇവന്റിലാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവന്റിൽ ഈ ഒരുപാട് ഐറ്റം ചായ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ സാധനം ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആള്. അപ്പൊ അന്ന് ആ സാധനം എനിക്ക് തോന്നി, ഞങ്ങൾ കുറെ കാര്യം ഈ സാധനത്തിന് ഈ ചായന്റെ റിസർച്ച് ഞാനൊരു 1.5 വർഷത്തോളം ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു. പല സ്ഥലങ്ങളും ചായ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ബ്ലെൻഡ് ചെയ്യാനുള്ള ഐഡിയകളും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പോയി പഠിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് ഇവന്റിലോട്ട് ഈ സാധനം ഇറക്കുന്നത്. അത് കയറി അങ്ങ് ഹിറ്റായി. പിന്നെ അങ്ങനെ സൗദി അവിടേക്കൊക്കെ അടി വാങ്ങേണ്ട. ഓക്കെ. എന്തായാലും നമ്മളോട് ഈ മാനു ചേട്ടൻ നമ്മുടെ ചായയെ കുറിച്ചുള്ള ഇത്രയും വിശേഷങ്ങൾ നമ്മോട് പറഞ്ഞു. നമുക്കൊരു ചായ കുടിക്കാം. പുള്ളി നമ്മളെ ചായ കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത് സംസാരിക്കാം. ഓക്കെ. ചായ മേടിക്കോ ചേട്ടൻ സംസാരിച്ചോടാം. പുള്ളി ഒന്ന് പരിചയപ്പെടാം. പുള്ളി ഭയങ്കര തിരക്കാണ്. നമ്മളത് പുള്ളിയെ ഡിസ്റ്റർബ് ആക്കണ്ട. എന്നാലും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ബുദ്ധിമുട്ടൊന്നും ആയില്ലോ അല്ലേ? ഇല്ല. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് മിഥിലാജ്. വീട് എവിടെയാ? വീട് മലപ്പുറം. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പം 5 മാസം. 5 മാസമായി. ചായകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? അത് ഇവരെ കൂടെ ഇവന്റിൽ തന്നെ ചെയ്ത് പഠിച്ചത്. ഇവന്റിലുണ്ടായിരുന്നോ? 3.5 വർഷമായി ഇവരെ കൂടെ തന്നെ. ഇവിടെ ഏത് ചായയാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നത്? ഇവിടെ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതിനനുസരിച്ച് ഇറാനി മൂവിങ് ലൈറ്റാണ്. പിന്നെ ഗ്രീൻ ആപ്പിള്, ഏഞ്ചൽട്ട്, എല്ലാ ഐറ്റംസും അത്യാവശ്യം മൂവിങ് ആണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി എടുത്താൽ ഇപ്പൊ ചായ എടുത്താൽ ഗ്രീൻ ആപ്പിൾ
ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രീൻ ആപ്പിൾ നമുക്ക് എടുത്തേണേ, നമുക്കൊന്ന് ഗ്രീൻ ആപ്പിൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ശരിയാണ് ചേട്ടാ. എന്നാലും ചേട്ടൻ പറഞ്ഞതിനേക്കാൾ അപ്പുറം ചായ ഒരു വെറൈറ്റി സംഭവം ഉണ്ടോ അത്? കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ചായ കുടിച്ചിട്ടില്ല. നിങ്ങൾ ചായ കുടിച്ചിട്ടില്ല എന്ന് തന്നെയല്ല, നിങ്ങൾ സംഭവം തന്നെ ആദ്യമായിട്ടാണ് കേൾക്കണം. ഹെർബൽ ടീ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വെറൈറ്റി ആയിട്ടൊരു സംഭവമേ അത് ഭയങ്കര ഇതാണ്. നല്ല ചായ നല്ല ത്രില്ലിംഗ് ആണ്. എല്ലാവരും വരണം, നമ്മുടെ മാനു ചേട്ടൻ്റെ ചായക്കടയിൽ ഒന്ന് കയറാം, ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ സാധനം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര വെറൈറ്റി സംഭവമാണ്. പിന്നെ നമുക്ക് വേറെ നമുക്ക് എന്തൊക്കെയാ ചേട്ടാ ഇവിടെ ഉള്ള ചായ അല്ലാതെ വേറെ എന്തൊക്കെയാ ഉള്ളത്? നമുക്ക് മൊഹിറ്റോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷെയ്ക്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ടീകളിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കും ഇങ്ങനത്തെ ഷെയ്ക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഒരു മിനിറ്റ്, അപ്പോൾ ഈ ഷെയ്ക്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചായ പോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഷെയ്ക്കിലും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മൾ മൊഹിറ്റോ വെറൈറ്റി തന്നെയാണ്. കാരണം ഞങ്ങൾ മൊഹിറ്റോ ഇവിടെ വേൾഡിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് സിറപ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിന് 60 രൂപ മേടിക്കുന്നു. പക്ഷേ വേറെ പല സിറപ്സിനും പോലെ കുത്തലോ മൊഹിറ്റോ കുടിക്കുന്നതിൻ്റെ ഒരു കുത്തലോ ഒന്നും ഉണ്ടാവില്ല. പക്ക പ്ലെയിൻ ആയിട്ടുള്ള സാധനമാണ്. അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് 650 രൂപ ഒരു ബോട്ടിലിന് റേറ്റ് വരുന്ന സിറപ്സുകളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഷെയ്ക്കിന് വേണ്ടി നമ്മൾ ഷെയ്ക്കിനല്ല, മൊഹിറ്റോക്ക് വേണ്ടി. മൊഹിറ്റോ ഞങ്ങൾക്ക് സ്പെഷ്യൽ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ മൊഹിറ്റോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാനിപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഓക്കെ നമുക്ക് പുതിയൊരു സാധനം പിന്നെ മൊഹിറ്റോ. അപ്പോൾ ആ ചേട്ടൻ കഴിക്കാനായിട്ട് പുള്ളി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ചേട്ടൻ പറഞ്ഞ സാധനം ഇതാണോ? അല്ല, ഇത് ഗ്രീൻ ആപ്പിൾ ആണ് തോന്നുന്നു. അതേതാ? റോമാങ്കോ. റോമാങ്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊഹിറ്റോ ആണ്. റോമാങ്കോ ഷെയ്ക്കാണ്. ടേസ്റ്റ് ചെയ്തോളൂ. ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് റോ മാംഗോ. ഇത് ഭയങ്കര തണുത്താണ് ഇരിക്കണത്. തണുത്ത് കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് ചെറിയ തണുപ്പ് ആവശ്യമാണല്ലേ. സ്വന്തം സാധനത്തിനെ പറ്റി പൊക്കി പറഞ്ഞാല് മലയാളികൾ നമ്മളെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അല്ല, നമ്മള് ഇതിപ്പോ ഞാനിപ്പോ ഈ ചായ കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലോ നമ്മൾ പൊക്കി പറയല്ല, നമ്മളൊരു വെറൈറ്റി സാധനമാണ്. ഇതിന്റെ കളറും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി ഒരു സംഭവമാണ് ഇതാണ്. ഇത് എനിക്ക് കഴിച്ച് നോക്കാൻ പറ്റാതെ നമ്മൾ തണുപ്പ് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ആണ് കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ പറയാം. ഓ, വളരെ സംഭവം. അങ്ങനെ നമ്മൾ അഭിനയിച്ച് കാണിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല. നമ്മളിത് ഇതിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. പിന്നെ ഇതിൽ നിങ്ങൾ നിങ്ങൾ ഈ ചായ നമ്മളെ ഹെർബൽ ടീയിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പക്ക പ്യൂർ നാച്ചുറൽ സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുടിക്കുന്ന ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ പോലും അത് നിങ്ങൾ ഹീറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ ഫ്ലേവർ തന്നെയാണ് ആ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചെലവാകുന്ന ചായ ഇത് ഇവിടെ തണുപ്പ് കാലമാണെങ്കിൽ ഹണി ലൂപ്പർ, നമ്മുടെ ജിഞ്ചർ ഹണി ലൂപ്പർ പറഞ്ഞ സാധനമുണ്ട്. തേനും ജിഞ്ചറൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയൊരു ചായ ഹണി ലൂപ്പർ. അതാണ് കൂടുതൽ പോവുക. അത് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഭയങ്കര മൂവിങ്ങുള്ള സാധനമാണ്. പക്ഷെ തണുപ്പ് കാലത്ത് നേരെ തിരിച്ചിപ്പോൾ ഈ ഹീറ്റ് കാലം വന്നു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ആപ്പിൾ ബ്യൂട്ടി ഇങ്ങനത്തെ ഒരൈറ്റാണ് പോവുക. ഓരോ ടൈമിനും ഓരോ ഇതാണ്. എല്ലാം ഒന്നിനൊന്ന് പോകും. ഇനി ബാദുഷ എന്ന് പറഞ്ഞ ചായ ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മളെ തിപ്പല്ലി ഇങ്ങനത്തെ ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്തിട്ട് ഭയങ്കര ഹീറ്റ് കുടിച്ചു കഴിഞ്ഞാൽ വേർത്തം ഒലിച്ചു. അത് ഈ സീസൺ കഴിക്കാൻ പറ്റിയ സാധനം. അത് അടുത്ത മാസം മുതലുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർത്തു. പക്ഷെ ഇത് അപ്പൊ ഞാൻ എഴുതേണ്ട ആയുർവേദ കട എന്ന് തെറ്റിയിരിക്കുന്ന നല്ല ടേസ്റ്റോട് കൂടി കുടിക്കാൻ കഴിയുന്ന ചായ തന്നെയാണ്. നമ്മൾ ഇത്ര റേറ്റിൽ വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ തന്നെ കണ്ടെത്തി മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്ര ദിവസവും ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ എത്തിയിട്ടാണ്. അപ്പം ഇന്ന് നമ്മളെന്തായാലും ഈ മാനു ബ്രോയായിട്ട് സംസാരിക്കാനും ഇവിടെ ഷോപ്പിൽ വന്നിട്ട് ചായ കുടിക്കാനൊക്കെ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇത് കാണുന്ന എല്ലാവരും ഇവിടെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിൽ വെറുതെ പൊക്കി പറ്റുന്ന കാര്യമല്ല, നിങ്ങൾ വന്നൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് പ്രോപ്പർ സ്ഥലം ഏതാ? ഇത് ദേശം നമ്മൾ കുന്നുംപുറം ദേശം എന്നാണ് ഇവിടേക്ക് പറയല്. ഇവിടേക്ക് ഒന്നും വേണ്ട, ഇവിടെ എവിടെ വന്നാലും ടീ വേൾഡ് എവിടെയെന്ന് ചോദിച്ചാൽ ടീ വേൾഡ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ ആലുവ അങ്കമാലി റൂട്ടിലാണ്. ഇവിടെ അത്താണിക്കൽ വന്നിട്ടാണെങ്കിൽ പറവൂർക്കാൽ വന്നിട്ടാണെങ്കിൽ ടീ വേൾഡ് ചോദിച്ചാൽ ആരും കാണിച്ചു തരും. അത്രയ്ക്കും ഫേമസ് ആയ ഒരു ഷോപ്പാണ്. ഫേമസ് ആയതുകൊണ്ടല്ല, അറിയാം ചായയുടെ ആ പ്രത്യേകതകൾ അല്ലേ.
ഇപ്പൊ എന്തായാലും മാനുചേട്ടന് ഒത്തിരി നമ്മൾ ആശംസകളൊക്കെ അറിയിക്കണം. നമ്മുടെ Thank you. ഇതിന് ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിന് മാനുചേട്ടന് അത്തരത്തിൽ നന്ദി. ഇനി നമുക്ക് അടുത്തത് നമുക്കൊരു പുതിയ വിശേഷവുമായിട്ട് നമുക്ക് ഇനി കാണാം. ഓക്കെ.